ലോകത്തിൻ്റെ മുഴുവൻ വെളിപ്പെടലിലേക്ക്, ലോകത്തിൻ്റെ മുഴുവൻ തിരിച്ചറിവിലേക്ക് ശ്രീപദ് മനസ്സിൽ വിചാരിച്ച വ്യക്തി തൻ്റെ മുന്നിൽ നിന്ന ഓട്ടോ എന്ന നീണ്ട മനുഷ്യൻ്റെ കൈകളിൽ പുതുതായി ഇതിനി ഈ ലോകം അറിയട്ടെ എന്ന ഉൾക്കാഴ്ചയോടുകൂടി കൈമാറ്റം ചെയ്ത ഒന്നിലൂടെയാണോ ശ്രീപദ് പിന്നീട് ഈ ലോകം ഇങ്ങനെ ഓരോ നിമിഷവും വികാരാധീനമായി മാറി യാതനയെക്കുറിച്ചറിഞ്ഞത്? ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. 6 പേര് തന്നെ 6 പേരുണ്ടായിരുന്നു. ഫ്രിറ്റ്സും 4 വാൻപേഴ്സ് ബ്രദേഴ്സും പിന്നെ ഒരു നക്ഷത്രവും. ആ 6 പേരെ തേടി വന്നവരുടെ അരികിലേക്ക് ആ 6 പേരെ വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിച്ചു നെതർലാൻഡ്സിൽ ഒരു സ്ത്രീ. യാതനകൾക്ക്, പീഡനാനുഭവങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിച്ച ആ സ്ത്രീയുടെ കരുതലിനും പക്ഷേ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എല്ലാ കാലത്തും. മരണത്തിൻ്റെ കറുത്തിരുണ്ട കാലത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് വേട്ടയാടപ്പെടലിൻ്റെ വിധി നാളുകളെക്കുറിച്ച് വല്ലാത്ത വേദനയോടുകൂടി ആ കൊച്ചു നക്ഷത്രം കുറിച്ചു വച്ചതും ശ്രീപദ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ട പുസ്തകം ഏതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി പോലെ ഒരു ഡയറിയിലായിരുന്നു. ആ ഡയറി വായിക്കാത്തവരായി ഈ ലോകത്തിൻ്റെ ഒരു രാജ്യത്തിലും ഒരു മനുഷ്യ സമൂഹത്തിൻ്റെയും പ്രതിനിധികൾ ഉണ്ടാവില്ല. എല്ലാവരും ഒന്നും വായിച്ചില്ല എങ്കിലും എല്ലാ സമൂഹങ്ങളും അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജൂലിയസ് ഫ്യൂച്ചിക്കിനെ, കൊലമരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ എഴുതിയ ജൂലിയസ് ഫ്യൂച്ചിക്കിനെ ഓർക്കുന്നതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗതിവേഗത്തിൽ ആൻ ഫ്രാങ്കിൻ്റെ നഷ്ട ജീവിതത്തെക്കുറിച്ചോർത്ത് ലോകം വ്യഥയിലാണ്ട്. ആനിനോടൊപ്പം 5 പേരാണ് ഉണ്ടായിരുന്നത്, 5 ജൂതർ. ആ 5 ജൂതർക്ക് അതിശക്തമായ സംരക്ഷണമൊരുക്കുവാൻ കഴിഞ്ഞ ആ സ്ത്രീ കാത്തു സൂക്ഷിച്ചു വെച്ചത് ഈ ലോകം പിന്നീട് ഇന്നും ഏത് കാലത്തും നിലനിൽക്കുന്ന ഒരു എന്താ പറയുക ഓർമ്മകളുടെ തുറന്നെഴുത്തിനെയാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി സംരക്ഷിച്ചു വെച്ച് ഒടുവിൽ പ്രസിദ്ധീകരിക്കുവാൻ പാകത്തിൽ ഓട്ടോ എന്ന് പറയുന്നത് ആൻ ഫ്രാങ്കിൻ്റെ അച്ഛനാണ്, ഓട്ടോ ഫ്രാങ്ക്. ഓട്ടോയുടെ കയ്യിൽ കൊടുത്ത ആ സ്ത്രീയാണ്, മെയ്പ്പിനെയാണ് മനസ്സിൽ വിചാരിച്ചത്. ആണോ?